IT രംഗത്തൊഴിച്ച് മറ്റെല്ലാ രംഗത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറ്റ് വാസ് ബ്ലഡ് ബാത്ത് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഓഹരി വിപണി താഴുമ്പോൾ അത് ഓഹരി വിപണി താഴ്ചയല്ലേ, അത് നേരിട്ട് ജനങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കമ്പനികൾക്ക് വിഭവ സമാഹരണം, പ്രൈമറി മാർക്കറ്റിൽ നിന്നുൾപ്പെടെ വിഭവ സമാഹരണം, പണം സ്വീകരിക്കാനുള്ള അന്തരീക്ഷം കുറയുന്നു. 2009 വർഷം ഉണ്ടായ സാമ്പത്തിക മാന്ദ്യത്തെക്കാൾ കടുപ്പമുള്ള ഒരു വൻ മാന്ദ്യം, ദീർഘകാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള മാന്ദ്യത്തിൻ്റെ ആരംഭമാണ് ഈ കാര്യങ്ങൾ. ഒപ്പെക്കിൻ്റെ പിടി അയയുകയും അമേരിക്ക നിശ്ചയിച്ചുറപ്പിക്കുന്ന രീതിയിൽ എണ്ണവില മാറുകയും ചെയ്യുന്ന ഒരു ക്രമമാകും അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ശക്തമായ വെല്ലുവിളി എണ്ണ കാര്യത്തിൽ ഉയർത്തുന്നത് റഷ്യയാണ്. ക്ഷീരമുള്ള ഒരു അകട്ടിൻ ചോട്ടിലും ചോര തന്നെ. കൊതുകിന് പ്രധാനം ധാതുക്കൾ തന്നെയാണ്, വെൽത്ത് തന്നെയാണ്, മിനറൽസ് തന്നെയാണ് അമേരിക്കയ്ക്ക് നോട്ടം. ഇന്നല്ലെങ്കിൽ നാളെ എത്രയും പെട്ടെന്ന് ഹോർമോസ് കടലിടുക്ക് തുറക്കാനുള്ള വിട്ടുവീഴ്ചകൾ, ഞാൻ വീണ്ടും പറയുന്നു, വിട്ടുവീഴ്ചകൾ അമേരിക്കയ്ക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇറാൻ അറിയാം ഹോർമോസ് ഒരു തുറുപ്പ് ചീട്ടാണ്. വെറും തുറുപ്പ് ചീട്ടില്ല, തുറുപ്പ് ഗുലാനാണ്. ഇന്ത്യയിൽ ഓൾറെഡി ഇന്ധന പ്രതിസന്ധി ആയിക്കഴിഞ്ഞു. ഹോട്ടലുകളിൽ പലതും അടച്ചു കഴിഞ്ഞു. പാചകവാതകം, കുക്കിംഗ് ഗ്യാസ്, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഗ്യാസ് കിട്ടാനില്ല. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത ഒക്കെ തന്നെ വ്യാപകമാകുന്നു. ഓയിലിനേക്കാൾ കൂടുതൽ LNG പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ധന പ്രതിസന്ധിക്ക് ഇടയാക്കുമോ എന്ന ആശങ്കയിലാണ് നിലവിൽ ഇന്ത്യ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. രാജ്യത്തെ പാചകവാതക വില കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിക്കേണ്ടി വന്ന സ്ഥിതിവിശേഷം കൂടി നമ്മുടെ മുന്നിലുമുണ്ട്. പാചകവാതക സിലിണ്ടർ വിതരണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. യുദ്ധം നീണ്ടുപോയാൽ പ്രതിസന്ധി കടുക്കുമോ? 8 ആഴ്ചത്തെ സൈനിക നടപടിയാണ് ഇറാനിൽ ആസൂത്രണം ചെയ്തത് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇറാന്റെ പ്രത്യാക്രമണം നീണ്ടുപോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ലോകത്തെ വലയ്ക്കുന്ന എണ്ണ പ്രതിസന്ധിയും നീണ്ടുപോകും. ഇത് ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുമോ? ലോകത്തെ എങ്ങനെ ബാധിക്കും? ഇക്കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ ലോകത്താകമാനം എണ്ണവില കുതിക്കുകയാണ്. യുദ്ധത്തിൽ പങ്കാളികളല്ലാത്ത രാജ്യങ്ങൾ ഊർജ പ്രതിസന്ധി നേരിടുന്നുമുണ്ട്. ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ എണ്ണ ചെലവ് കുറയ്ക്കാൻ സ്കൂളുകൾ അടയ്ക്കുന്നു. സർക്കാർ ഓഫീസുകൾ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നില്ല. മറ്റ് രാജ്യങ്ങളിലും സമാനമായ ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? ദ ഗ്രേറ്റ് ഓയിൽ ഷോക്ക്, ഇതാണ് ഒറ്റ വരിയിൽ പറഞ്ഞാൽ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്. നമുക്കറിയാമല്ലോ, ലോകത്തിൻ്റെ എണ്ണ ഉത്പാദന രംഗം പലയിടത്തായിട്ടാണ്. ഇപ്പം നിലവിൽ ഏറ്റവും അധികം എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യമല്ല അമേരിക്ക, പക്ഷേ ഉത്പാദനം മുൻപത്തേക്കാൾ ഏറെ വർദ്ധിച്ചിരിക്കുന്നു അമേരിക്കയിൽ. പക്ഷെ അമേരിക്കയ്ക്ക് എത്ര വർദ്ധിപ്പിച്ചാലും ഗൾഫിൽ നിന്നുള്ള എണ്ണവരവ്, പേർഷ്യൻ ഗൾഫ് കടന്ന് ഹോർമോസ് കടലെടുക്ക് കടന്നുള്ള എണ്ണവരവ് പൂർണ്ണമായി നിലച്ചാൽ അമേരിക്കൻ എണ്ണ കൊണ്ട് മാത്രം നിൽക്കാനാവില്ല. അതുകൊണ്ടുകൂടിയാവണം റഷ്യൻ ഓയിൽ റിലീസ് ചെയ്യേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന സുഹൃത്ത് രാജ്യങ്ങൾ തന്നെയാണ് ഏറെ എണ്ണയെ ആശ്രയിക്കുന്നത്. അമേരിക്ക മാത്രം അത് പ്രൊവൈഡ് ചെയ്യാനാവാത്തത് കൊണ്ട് ഈ വിപണി, മധ്യ പൗരസ്ത്യ പ്രദേശത്തെ ആ ഒരു ഉത്പാദന കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടേണ്ട ഗതിയിലായതുകൊണ്ട് ഹോർമോസ് കടലെടുക്ക് ഇപ്പോൾ നിലവിൽ പ്രാക്ടിക്കലി അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് റഷ്യൻ എണ്ണ വിപണിയിൽ എത്തേണ്ടതുണ്ട്. അത് അമേരിക്കയുടെയും ആവശ്യമാണ്. പക്ഷേ ഇതെല്ലാം ഉണ്ട് എങ്കിൽ പോലും ഗൾഫ് അടച്ചിടുമ്പോൾ ഏറ്റവും അധികം എണ്ണ ഉത്പാദക രാജ്യങ്ങളിൽ ചിലത് ഗൾഫിലാണ്. ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം, എണ്ണ സംഭരണം ഉള്ള രാജ്യം സൗദി അറേബ്യയാണ്. മൂന്നാമത്തെ ഏറ്റവും കൂടുതലുള്ളത് വെനിസ്വലയാണ്. വെനിസ്വലൻ എണ്ണ പൊതുവിപണിയിൽ വരാൻ ഇനിയും ആഴ്ചകളും മാസങ്ങളും എടുക്കും. കാരണം ഇപ്പോൾ അമേരിക്ക വെനിസ്വല ഏതാണ്ട് ആക്രമിച്ച് കീഴടക്കി എന്ന് പറയാം. പുതിയ ഭരണകൂടത്തെ സ്ഥാപിച്ചു. അമേരിക്കൻ കമ്പനികൾ വൻതോതിൽ അവിടെ എത്തണം. എണ്ണ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ സ്വല്പം കുറുകിയ എണ്ണ അത് സംസ്കരിച്ച് റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ ആ ക്രൂഡ് ഓയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. വലിയ ഒരു സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ, വെനിസ്വലൻ ക്രൂഡ് കാര്യമായി ലോകത്തെത്തിയിട്ടുമില്ല. അതേസമയം ഈ ഗൾഫിലെ എണ്ണയുടെ ബദലായി റീപ്ലനിഷ് ചെയ്യാൻ തക്ക എണ്ണ ഉത്പാദനം, വിതരണം മറ്റ് സ്ഥലങ്ങളിൽ ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് ദ ഹീറ്റ് ആൻഡ് പ്രഷർ ഇതെങ്ങനെയൊക്കെ ബാധിക്കാം.
ഇന്ത്യയിൽ ഇപ്പോൾ ഗ്യാസിന് വില കൂടിയിരിക്കുന്നു. പാചകവാതകം ഗാർഹിക ആവശ്യത്തിനുള്ളതും വ്യാവസായിക അല്ലെങ്കിൽ ഹോട്ടൽ ആവശ്യത്തിനുള്ളതും രണ്ടിനും വല്ലാതെ കൂടിയിരിക്കുന്നു. ഇനിയും കൂടാനാണ് സാധ്യത. പെട്രോൾ ഡീസൽ വില ഏത് നിമിഷവും കൂടിയേ മതിയാകും. കാരണം ഇപ്പോൾ ഏതാണ്ട് ഈ ബാരലിന് ഏതാണ്ട് 130 രൂപ വിലയുള്ള സമയത്താണ് നമ്മൾ എണ്ണ വില കൂട്ടി അത് ഏതാണ്ട് പെട്രോളിനും ഡീസലിനും 100 രൂപയോടടുപ്പിച്ചുള്ള ഒരു വില നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത്. അത് പിന്നെ എണ്ണ വില കുറഞ്ഞ് $40 മാറി, അല്ല $37 മാറി. അപ്പോഴും ഈ വില കുറച്ചിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ബഫർ ഉണ്ടാകും ആ വിലയുടെ കാര്യത്തിൽ. വില സ്ഥിരതാ ഫണ്ട് അല്ലെങ്കിൽ എണ്ണ കമ്പനികൾക്ക് സ്വല്പം മിച്ചമുണ്ടാകും. ഈ മിച്ചം എത്ര കാലം നിലനിൽക്കും? അപ്പോൾ അധികം താമസിക്കാതെ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, കെറസിൻ, ഗ്യാസ് വിലകൾ വർദ്ധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയെങ്കിൽ ഉത്പാദന ചെലവിൽ വൻ വർധനമാണ് ഉണ്ടാകുന്നത്. ആഹാര സാധനങ്ങൾ, പാചകം ചെയ്യുന്ന സാധനങ്ങൾ, അതുമാത്രമല്ല വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഓഹരികൾ കൂപ്പുകുത്തുന്നത് കണ്ടു സ്റ്റോക്ക് മാർക്കറ്റിൽ. അതുപോലെ എണ്ണ കമ്പനികളുടെ ഓഹരികൾ എന്ന് വേണ്ട സകല രംഗത്തും, IT രംഗത്തൊഴിച്ച് മറ്റെല്ലാ രംഗത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറ്റ് വാസ് ബ്ലഡ് ബാത്ത് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. സൂചനയാണ് ലോകമെമ്പാടുമുള്ള ചൈനീസ് വിപണി തകർന്നടിയുന്ന കാഴ്ച കണ്ടു. കഴിഞ്ഞ ദിവസം ജപ്പാൻ്റെ നിക്കി ഇൻഡെക്സ് 5% ഒറ്റ ദിവസം കൊണ്ട് താണത്. അതുകൊണ്ട് ഓഹരി വിപണി താഴുമ്പോൾ അത് ഓഹരി വിപണി താഴ്ചയല്ലേ, അത് നേരിട്ട് ജനങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കമ്പനികൾക്ക് വിഭവ സമാഹരണം, പ്രൈമറി മാർക്കറ്റിൽ നിന്നുൾപ്പെടെ വിഭവ സമാഹരണം, പണം സ്വീകരിക്കാനുള്ള അന്തരീക്ഷം കുറയുന്നു, പ്രൊഡക്ടിവിറ്റി കുറയുന്നു, ഉത്പാദനം വെട്ടിക്കുറയ്ക്കേണ്ട അവസ്ഥ വരുന്നു, വളരെ വലിയ ഇൻഫ്ലേഷൻ, സാധനങ്ങൾ കിട്ടാതില്ലാതെ വരുന്നു, വലിയ ഡിമാൻഡ് ഉണ്ടാകും, ഇൻഫ്ലേഷൻ ഉണ്ടാകും. ആത്യന്തികമായി ഒരു മാന്ദ്യം, ലോകത്ത് വൻപൻ മാന്ദ്യം. 2009 വർഷം ഉണ്ടായ സാമ്പത്തിക മാന്ദ്യത്തെക്കാൾ കടുപ്പമുള്ള ഒരു വൻ മാന്ദ്യം, ദീർഘകാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള മാന്ദ്യത്തിൻ്റെ ആരംഭമാണ് ഈ കാര്യങ്ങൾ, ഈ സംഭവവികാസങ്ങൾ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇത് മുഴുവൻ വരുത്തി വെച്ചത് ആത്യന്തികമായി ഒരു കണക്കെടുക്കുമ്പോൾ ഇത് മുഴുവൻ തന്നെ ഡൊണാൾഡ് ട്രംപ് എന്ന ഒറ്റ വ്യക്തിയുടെ അതിമോഹം, അമേരിക്കയുടെ കണക്ക് കൂട്ടലിൽ വന്ന പിശക്, ഇറാനെ ഒരുപക്ഷെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൽ, യുദ്ധത്തിൻ്റെ സമയക്രമം തീരുമാനിച്ചതിൽ, യുദ്ധത്തിന് പറഞ്ഞ കാരണങ്ങളുടെ മേന്മ, പറഞ്ഞ കാരണങ്ങൾ ആണവ ആയുധങ്ങളുണ്ട് എന്നതല്ലേ, ആണവായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരു കാരണം, ഇതൊക്കെ ഒരു കാരണം മാത്രമാണ്. ഈ കാരണം പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാനാണെങ്കിൽ ലോകത്ത് എത്രയോ രാജ്യങ്ങൾക്കെതിരെ, ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ലോകത്ത് 50-ലധികം രാജ്യങ്ങളുടെ ഗവൺമെൻറ്റുകളെ പുറത്താക്കേണ്ടതാണ്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേര് പറഞ്ഞാൽ 100-ലധികം രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കേണ്ടതാണ്. ഒരു കൃത്യമായ കാരണമൊന്നും പറയാനാവില്ല. ഇറാൻ്റെ ജനത പീഡിപ്പിക്കുന്നു, ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കും, ഇറാൻ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കും എന്നൊക്കെ പറയാമെന്നല്ലാതെ തുടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്രമണം നടത്തി. ഇപ്പോൾ കുടത്തിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ടു, തിരിച്ച് കുടത്തിലേക്ക് ആവാഹിച്ച് കയറ്റാൻ കഴിയുന്നതുമില്ല, യുദ്ധം കൈവിട്ടുപോയി എന്ന ഒരു ചിന്തയിലാണ് അമേരിക്കയിലെ തന്നെ ചില തിങ്ക് ടാങ്കുകൾ. ഇതെങ്ങനെ പിടിച്ചു കെട്ടും? അപ്പോൾ ലോകവിപണികൾ എൻറ്റേർഡ് ഇൻടു ടെയിൽ സ്പിൻ. അപ്പം അതാണ് തീർച്ചയായും അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള വൻപൻ മാർക്കറ്റാണ്. കാരണം അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. അമേരിക്കൻ മാർക്കറ്റുകൾ ആത്യന്തികമായി തകരും. അമേരിക്കൻ മാർക്കറ്റ് തകർന്നു കഴിയുമ്പോൾ അമേരിക്കയുടെ പൊതുജന അഭിപ്രായം ഉണർന്നേ മതിയാവൂ. ആ രീതിയിൽ കാര്യങ്ങൾ നീട്ടിയെടുക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. ചൈനയും റഷ്യയും സാഗൂതം കളി കാണുന്നു. അവരും പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ്. ചൈന പ്രത്യേകിച്ചും സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ്. ഇപ്പം ലോകത്താകമാനം ഉണ്ടാകുന്ന മാറ്റം മറിച്ചിലുകൾ പുതിയൊരു ലോകക്രമത്തിൻ്റെ തുടക്കം കുറിക്കും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങളെ ഒന്ന് കലങ്ങിയാലേ തെളിയുക എന്ന് പറയും. ഉടച്ചു വാർക്കുക, ഉടഞ്ഞു കഴിഞ്ഞാലല്ലേ വാർക്കാൻ പറ്റൂ. അങ്ങനെ പുതിയ ഒരു ക്രമം, പുതിയ ആകാശം, പുതിയ ഭൂമി എന്ന് പ്രത്യാശയോടുകൂടി കാര്യങ്ങളെ കാണുന്ന ആളുകളും ഉണ്ട്. ഇവിടെ ഈ എണ്ണവില കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒപെക് രാജ്യങ്ങളാണ്. അവരുടെ നിയന്ത്രണത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ. ഒപെക് രാജ്യങ്ങളെ നോക്കുകുത്തിയാക്കി ട്രംപ് എണ്ണവിലയിൽ തീരുമാനം എടുക്കുമെന്ന അവസ്ഥയുമുണ്ട്. ലോകക്രമം മാറുന്നതിൻ്റെ അടയാളമാണോ ഇത്? ഹൂ വിൽ ഡിസൈഡ് ദി പ്രൈസ് ഓഫ് ക്രൂഡ് ഓയിൽ? ഇതാണ് ചോദ്യം. ഈ അടുത്ത കാലം വരെ ആഗോള എണ്ണ വില നിശ്ചയിച്ചിരുന്നത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അതാണ് ഒപെക്. സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ, അതേ +1 റഷ്യ, ഇങ്ങനെ ഈ രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു കൺസോർഷ്യം തീരുമാനിക്കുന്ന ഒരു വില നിലവാരം.
അതിൽ അല്പം ഡിമാൻഡ് അനുസരിച്ച് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറയാം. ഈ രാജ്യങ്ങൾ ചേർന്ന് കാർട്ടലുകൾ, ഓയിൽ കാർട്ടൽസ് ഉണ്ടാക്കുന്നു. ഈ കാർട്ടലുകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ നിയന്ത്രിച്ച് നിർബന്ധിതമായി പ്രൊഡക്ഷൻ ചിലപ്പോൾ കുറച്ചു കൊണ്ടുവരും. അപ്പോൾ ലഭ്യത കുറയും, സ്വാഭാവികമായി വില കൂടും. ചിലപ്പോൾ ഈ വില വല്ലാതെ കൂടി പോകുമ്പോൾ അതൊന്ന് കുറച്ച് നിർത്തണമെങ്കിൽ ഉൽപ്പാദനം കൂട്ടിയാൽ മതിയാകും. അത് ഏതെങ്കിലും ഒരു രാജ്യം മാത്രം തീരുമാനിച്ചാൽ പോരാ, ഓരോ രാജ്യത്തിനും ഒപ്പെക്കിലെ അംഗരാജ്യങ്ങൾക്ക് തങ്ങൾ എത്രത്തോളം ഉൽപ്പാദിപ്പിക്കാം എന്നതിൻ്റെ കൗട്ട നിശ്ചയിക്കേണ്ടതുണ്ട്. അത് കോമണായി എത്തിച്ചേരേണ്ട ധാരണകളാണ്. അങ്ങനെയാണ് കൗട്ടാസ്, കാർട്ടൽസ് ആൻഡ് ഓപ്പറേഷണൽ ഡൈനമിസം, ഇതെല്ലാം തന്നെ ഒപ്പെക്കിൻ്റെ രീതികളാണ്. പക്ഷേ അതിൽ പെടാതെ മാറി നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇപ്പോൾ നോക്കൂ, യുദ്ധം കാരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം സംഭവിച്ചാൽ ലോകത്ത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള, എണ്ണ ശേഖരമുള്ള, മണ്ണിനടിയിൽ ഉറഞ്ഞു കിടക്കുന്ന രാജ്യം വെനിസ്വേലയാണ്. ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം അമേരിക്ക ഏതാണ്ട് പ്രാക്ടിക്കലി ഏറ്റെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അമേരിക്ക അനുകൂല ഒരു സംവിധാനമാണ് അവിടെ. ഇനി അമേരിക്കൻ കമ്പനികൾക്ക് ഇഷ്ടം പോലെ അവിടെ തേർവാഴ്ച നടത്താം. ഉത്പാദന തോത് ഒപ്പെക്ക് പറയുന്നതനുസരിച്ചല്ല, അമേരിക്ക പറയുന്നതനുസരിച്ച് വെനിസ്വേല നിശ്ചയിക്കും. അതുകൊണ്ട് വൻതോതിൽ വെനിസ്വേലൻ ഓയിൽ വിൽ റീച്ച് ദി വേൾഡ്. പക്ഷെ ഉടനെ ഇല്ല, അത് വരാൻ സമയമെടുക്കും. അത് വരെ പിടിച്ചു നിന്നെങ്കിലേ പറ്റൂ. ഇനി രണ്ടാമത്തെ വലിയ എണ്ണ നിക്ഷേപ രാജ്യം, അടിത്തട്ടിൽ എണ്ണയുള്ള രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ എക്കാലത്തും അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിൽപ്പെട്ട രാജ്യമാണ്. ഇപ്പോൾ യുദ്ധത്തിൽ ഇറാനിൽ നിന്നും യുദ്ധസമാനമായ സാഹചര്യം നേരിടുന്ന രാജ്യമാണ്. ഓയിൽ സംഭരണിക്കെതിരെ വരെ ആയുധം. അറാംകോ, അറബ് അമേരിക്കൻ കമ്പനി, അതിൻ്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ, സംഭരണശാലകൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടായി എന്നത് തീരെ വില കുറച്ച് കാണാവുന്നൊരു കാര്യമല്ല. അത് ടാർഗറ്റ് ചെയ്യണം. അമേരിക്കൻ ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി കൺവേർജ് ഇൻ ദ ഓയിൽ ഫീൽഡ് ഓഫ് സൗദി അറേബ്യ. അത് വലിയ അമേരിക്കയുടെ കൺട്രോളിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സ്വതന്ത്ര രാജ്യമാണ്, പരമാധികാര രാജ്യമാണ്. പക്ഷേ അമേരിക്കയെ കൈവിട്ടുകൊണ്ട് എണ്ണ ഉത്പാദന രംഗം അമേരിക്കയോട് പോകാൻ പറഞ്ഞിട്ട് തങ്ങൾ തീരുമാനിച്ചുകൊള്ളാം എന്ന അത്ര കട്ടക്കിനി ഇപ്പോൾ സൗദി അറേബ്യക്ക് ഒപ്പക്കിൻ്റെ തലപ്പത്തുള്ള രാജ്യമാണ്. എങ്കിൽ പോലും പറയാനാവില്ല. മൂന്നാമത്തെ രാജ്യം കൈപ്പിടിയിൽ ഒതുക്കാനാണ് ശ്രമം. അത് ഇറാനാണ് മൂന്നാമത് ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള. അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ടെക്നോളജിയുടെ അഭാവം. അത് സംഭരിച്ചു വെക്കാൻ പറ്റുന്നില്ല, അത് വലിയ ബുദ്ധിമുട്ട്. അത് വിതരണം ചെയ്യാനേ പറ്റുന്നില്ല, കാരണം ഉപരോധം. അതുകൊണ്ട് ഇറാൻ വല്ലാതെ എണ്ണ സമ്പന്നമെങ്കിലും അത് ഉത്പാദിപ്പിക്കാനോ വിതരണം ചെയ്യാനോ പണം നേടാനോ കഴിയാത്തൊരവസ്ഥ. അത് മാറുമെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ, അവരോടൊപ്പം നിൽക്കുന്ന ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഒപ്പെക്കിൻ്റെ പിടി അയയുകയും അമേരിക്ക നിശ്ചയിച്ചുറപ്പിക്കുന്ന രീതിയിൽ എണ്ണവില മാറുകയും ചെയ്യുന്ന ഒരു ക്രമമാകും അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ശക്തമായ വെല്ലുവിളി എണ്ണ കാര്യത്തിൽ ഉയർത്തുന്നത് റഷ്യയാണ്. റഷ്യയുടെ വടക്കൻ കടൽ മേഖലയിൽ, അതുപോലെ സൈബീരിയൻ മേഖലയിൽ ശക്തമായ എണ്ണ നിക്ഷേപമുണ്ട്. ഇതിൽ അമേരിക്കയ്ക്ക് കണ്ണുവെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് ബദൽ എണ്ണ മാർഗമുണ്ട്. മറ്റ് ചില രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ പിന്നെ ഉപരോധത്തിലൂടെ മാത്രമേ അത് നിയന്ത്രിക്കാനാവൂ. അതാണ് എണ്ണയുടെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം അമേരിക്ക ആഗ്രഹിക്കുന്നു. നമ്പർ 1. നമ്പർ 2, ഇറാൻ ധാതു സമ്പന്നമാണ്. എവിടെയെല്ലാം ധാതുക്കളുണ്ടോ, ലവണങ്ങളുള്ളോ, ട്രംപിൻ്റെ ദൗർബല്യങ്ങളിലൊന്നാണ് റെയർ എർത്ത്. ചൈന ഒന്ന് അമേരിക്കയ്ക്ക് നേരെ കണ്ണുരുട്ടി, ഞങ്ങൾ റെയർ എർത്ത് നൽകില്ല. നിങ്ങളുടെ ടെലിവിഷൻ സെറ്റുകൾ, നിങ്ങളുടെ ചില ഫൈറ്റർ പ്ലെയിനുകൾ, നിങ്ങളുടെ മറ്റ് പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ നൽകുന്ന അതീവ ദുർലഭമായ ധാതുക്കൾ അത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ചൈനയോട് അങ്ങനെ കളിക്കാനാവില്ല. എങ്ങനെയും ചൈനയിൽ, ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ധാതുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. റെയർ എർത്താണ്, എല്ലാ ധാതുക്കളുമല്ല, ഇരുമ്പ്, അലുമിനിയം അങ്ങനെയൊന്നുമല്ല, റെയർ എർത്ത് മിനറൽസ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ 70% മൊണോപ്പൊളിയാണ് ചൈനയ്ക്കുള്ളത്. ചൈനീസ് മൊണോപ്പൊളി കുറച്ചുകൊണ്ട് വരിക, പരമാവധി രാജ്യത്തെ ധാതു നിക്ഷേപം ഉണ്ടോ എന്ന് പര്യവേക്ഷണം നടത്തുക. അതിലൊന്ന് പാകിസ്ഥാനാണ്. ഒരുപക്ഷെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ അതിൽ പെടുന്ന രാജ്യങ്ങളാണ്. ഇറാനിൽ ഏറെ ഭൂമിയുണ്ട്, മരുഭൂമിയുണ്ട്, അവിടെയൊക്കെ മിനറൽ വെൽത്ത് ഉണ്ടാവും. അതിന്മേലും അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു കണ്ണുണ്ട്. ഇപ്പം അമേരിക്കയുടെ വിഭവങ്ങൾ, ഇറാൻ എന്ന രാജ്യം, എപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഒരിക്കൽ കൂടി ചോദിച്ചുകൊള്ളട്ടെ. ഇറാൻ എന്ന രാജ്യം എണ്ണ സമ്പന്നമല്ലായിരുന്നു എങ്കിൽ ഇറാൻ്റെ ഭരണകൂടത്തെ നീക്കാനായി അമേരിക്ക ഇത്രയധികം പടപ്പുറപ്പാട് കൂട്ടി വരുമായിരുന്നോ എന്ന ചോദ്യം. പ്രേക്ഷകർ പറയൂ, ഇറാൻ ദരിദ്രരാജ്യമായിരുന്നു, കാര്യമായ വിഭവങ്ങളൊന്നും, പ്രകൃതി വിഭവങ്ങളൊന്നുമില്ല. അവർ അമേരിക്ക ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അമേരിക്ക ഗൗനിക്കത്ത് പോലും ഇല്ലായിരുന്നു.
അപ്പോൾ അവിടെ അവർ മിസൈൽ ഉണ്ടാക്കിയാൽ പോലും ഗവനിക്കില്ല. അപ്പം മിസൈലുകളാണോ വിഷയം? ഇതാണ് ചോദ്യം. ഇറാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഇസ്രയേലിനും ആത്യന്തികമായി അമേരിക്കയ്ക്ക് തന്നെ വെല്ലുവിളിയാകുന്ന അതിശക്തമായ ആണവ സാങ്കേതികവിദ്യ, മിസൈലുകൾ, ഇതൊക്കെ തന്നെയാണോ അതോ മറ്റു ചിലതാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായി പുറമേ പറയുന്നത് മിസൈലുകളും ആണവായുധങ്ങളുമാണ് എങ്കിൽ പോലും വിഭവങ്ങളുടെ മേലുള്ള ആത്യന്തിക നിയന്ത്രണം അമേരിക്ക ആഗ്രഹിക്കുന്നു. ഇറാൻ്റെ എണ്ണ വിഭവം മാത്രമല്ല, മറ്റ് പ്രകൃതി ധാതുക്കൾ ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ മേലും ആഗ്രഹിക്കുന്നു. നോക്കൂ, അന്ത്രാളഘട്ടത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി ട്രംപിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു വന്ന് അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്തില്ലേ ട്രംപ്? എന്നിട്ട് ആ പാവത്തിനെ കൊണ്ട് തങ്ങളുടെ ധാതു നിക്ഷേപത്തിൻ്റെ നല്ല ഭാഗവും ഖനനം ചെയ്യാൻ അമേരിക്കൻ കമ്പനികൾക്ക് അനുവാദം കൊടുക്കുന്ന കരാറിൽ ഒപ്പിടിപ്പിച്ചിട്ടാണ് റഷ്യയോട് പിടിച്ചു നിൽക്കാനുള്ള ആയുധങ്ങൾ കൊടുക്കാമെന്നും ഡിഫെൻഡ് ചെയ്യാമെന്നും അമേരിക്ക തീരുമാനിച്ചത്. അപ്പോൾ അവിടെയും ക്ഷീരമുള്ള ഒരു അകട്ടിൻ ചോട്ടിലും ചോര തന്നെ. കൊതുകിന് പ്രധാനം ധാതുക്കൾ തന്നെയാണ്, വെൽത്ത് തന്നെയാണ്, മിനറൽസ് തന്നെയാണ് അമേരിക്കയ്ക്ക് നോട്ടം. പുറമേ പറയുന്നത് മറ്റു ചിലതാകാം, ലോകസമാധാനം, ഭീഷണി എന്നൊക്കെ പറയും. പക്ഷേ വിഭവങ്ങൾ വലിയ ഒരു ദൗർബല്യം തന്നെയാണ് ട്രംപിൻ്റെ അമേരിക്കയ്ക്ക്. നവംബറിൽ അമേരിക്കയിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് വരെ യുദ്ധം നീണ്ടാലും അമേരിക്കയിൽ എണ്ണവില നിയന്ത്രിച്ചു നിർത്താൻ ട്രംപ് ശ്രമിക്കും. പക്ഷേ അപ്പോഴേക്കും ലോകം വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങില്ലേ? ദ നവംബർ ഇലക്ഷൻ, അതാണ് മിഡ് ടേം പോൾസ്. സെനറ്റ് 100 അംഗങ്ങളാണ്. അതിൽ കാലക്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അംഗങ്ങൾ പുതുക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ പുതുക്കപ്പെടാൻ കുറേ സീറ്റുകളിൽ ഒഴിവ് വരുമ്പോൾ, ഈ 2 വർഷം കൂടുമ്പോൾ 1/3 മെമ്പേഴ്സ് റിട്ടയർ എവറി 2 years. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സെനറ്റിൻ്റെ ഘടന മാറും. ഇപ്പോൾ ട്രംപിന് അനുകൂലമായി നിൽക്കുന്ന 53 പേരും ട്രംപിനെതിരായി നിൽക്കുന്ന 47 പേരുമുണ്ട്. അതാണ് ഏറ്റവും വൈകി യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പ്രസിഡന്റിൻ്റെ പരിമിതിയില്ലാത്ത അധികാരത്തെ കുറച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് സെനറ്റിൽ നടത്തിയ വോട്ടെടുപ്പിൽ സെനറ്റിൻ്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു: ട്രംപ് മേ ഗോ അഹെഡ് തൽക്കാലത്തേക്ക് അടുത്ത നവംബർ വരെ. നവംബർ തെരഞ്ഞെടുപ്പിൽ ഫലം മറ്റൊന്നാണെങ്കിൽ സെനറ്റിൽ ഒരുപക്ഷെ ട്രംപിനെ അനുകൂലിക്കുന്ന റിപ്പബ്ലിക്കൻ സെനറ്റർമാരുടെ എണ്ണം ഭീതിതമായ രീതിയിൽ കുറയും. 50-ൽ താഴേക്ക് പോയാൽ സെനറ്റിൽ കാര്യങ്ങൾ പൈലറ്റ് ചെയ്ത് പോകാനാവില്ല. അമേരിക്കയിൽ ട്രംപിന് ഏകപക്ഷീയമായി ഒന്നും ചെയ്യാനാവില്ല. അമേരിക്കയുടെ ഭരണഘടന സുപ്രീമാണ്, അതനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ പറ്റൂ. തൽക്കാലത്തേക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ കോടതി കൂടെ അനുവദിക്കുമ്പോൾ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തോടെ ട്രംപിന് അനുഭവിക്കാം. പക്ഷേ ഏകപക്ഷീയമായി ട്രംപിന് മുന്നോട്ട് പോകാനാവാത്തൊരു അന്തരീക്ഷം ഉണ്ടായേക്കാം. അതുപോലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ഇലക്ഷൻ നടത്താണ്ടുണ്ട്. അതുകൊണ്ട് നവംബറിൽ നടക്കാനുള്ള തെരഞ്ഞെടുപ്പ് അതുവരെ ലോക പൊതുജനാഭിപ്രായം അമേരിക്കയ്ക്കെതിരെ വൻതോതിൽ തിരിയുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഒരു മാർഗമാണ് ഇടക്കാല ആശ്വാസം നൽകുക ലോകത്തിന്. അങ്ങനെയെങ്കിൽ റഷ്യൻ എണ്ണയെങ്കിൽ അത്, വേറെ എവിടുന്നെങ്കിലും എണ്ണ ലഭിക്കുമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഹോർമൂസ് കടലെടുക്കുക ദീർഘകാലത്തേക്ക് അടച്ചിട്ടാൽ ലോകം ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷനിലെത്തും. അതൊഴിവാക്കാൻ അമേരിക്കയ്ക്ക് ചെയ്യാവുന്നത് അമേരിക്കയ്ക്കുള്ളിൽ ഉത്പാദനം കൂട്ടുക, എത്രയും പെട്ടെന്ന് വെനിസ്വലൻ എണ്ണ ലോക മാർക്കറ്റിൽ കൊണ്ടുവരിക, അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ചെയ്യാവുന്ന സംഘർഷ മേഖലയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ഉത്പാദനം കൂട്ടാൻ ആവശ്യപ്പെടുക. അവർക്കെല്ലാം നല്ല അവസരമാണ്, എണ്ണയ്ക്ക് നല്ല വിലയുണ്ട്, ഇപ്പോൾ പ്രീമിയം ലഭിക്കും. അതുകൊണ്ട് റഷ്യൻ എണ്ണ ലോക വിപണി പൂർണ്ണമായി കൈയടക്കുന്നത് ഒഴിവാക്കുക. റഷ്യയെ ചേർത്ത് പിടിക്കാൻ സാധിച്ചില്ല എങ്കിലും ഒരു പരുവത്തിന് റഷ്യയെ പൂർണ്ണമായി പിണക്കാതിരിക്കുക. ഇതെല്ലാം തന്നെ വിവിധങ്ങളായ പദ്ധതികളുടെ ഭാഗമാണ്. അതുകൊണ്ട് തൽക്കാലം പക്ഷേ 7 മാസമുണ്ട്. ഈ 7 മാസം ഒരേപോലെ എണ്ണ വില ഇനി പിടിച്ചു നിർത്തുക, എണ്ണയുടെ വിതരണം ഈ പറയുന്ന പോലെ അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ സുഗമമായി 7 മാസം പോകാനുള്ള എണ്ണ നിക്ഷേപം ഗൾഫ് രാജ്യങ്ങളുടെ വെളിയിൽ നിന്നുകൊണ്ട് മാത്രം ലഭിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ എത്രയും പെട്ടെന്ന് ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള വിട്ടുവീഴ്ചകൾ, ഞാൻ വീണ്ടും പറയുന്നു, വിട്ടുവീഴ്ചകൾ അമേരിക്കയ്ക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇറാൻ അറിയാം ഹോർമൂസ് ഒരു തുറുപ്പ് ചീട്ടാണ്. വെറും തുറുപ്പ് ചീട്ടില്ല, തുറുപ്പ് ഗുലാനാണ് യഥാർത്ഥത്തിൽ ഹോർമൂസ് കടലിടുക്ക്. ഇതറിയാവുന്നത് കൊണ്ടാണ് ശ്വാസം അടക്കി പിടിച്ച് പരമാവധി താഡനങ്ങൾ ഏറ്റുകൊണ്ട് ഇറാൻ പിടിച്ചു നിൽക്കുന്നത്. ആത്യന്തികമായി ഹോർമൂസിനെ വെച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ഗൺ പോയിന്റ് നിർത്താൻ ഇറാന് കഴിയും. അമേരിക്ക ഉൾപ്പെടെ അതിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും. സൈനികാധിപത്യമല്ല, വഴിക്ക് വരേണ്ടി വരും. എണ്ണയുടെ പ്രഷർ അത്രത്തോളമാണ്. ക്രൂഡ് ഓയിൽ ലഭിക്കാതെ വരുമ്പോൾ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിയില്ലേ, സൈനികമായി തിരിയില്ല, പക്ഷേ അവർ ഓൾട്ടർനേറ്റ് ബദലുകൾ തേടിയുള്ള നീക്കങ്ങൾ തുടങ്ങും. അപ്പം ഇപ്പോൾ അമേരിക്ക നയിക്കുന്ന ഒരു ലോകക്രമം ബദലുകൾക്ക് തേടിയുള്ള വലിയ അന്വേഷണങ്ങൾ വരുമ്പോൾ
ആ ക്രമം തന്നെ ഉലഞ്ഞു പോകും. ആത്യന്തികമായി അമേരിക്കയ്ക്ക് അത് നഷ്ടക്കച്ചവടമായിരിക്കും. ഈ തിരിച്ചറിവ് ട്രംപിനുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ധന പ്രതിസന്ധിക്ക് ഇടയാക്കുമോ ഇന്ത്യയിൽ? ഇന്ത്യയിൽ ഓൾറെഡി ഇന്ധന പ്രതിസന്ധി ആയിക്കഴിഞ്ഞു. ഹോട്ടലുകളിൽ പലതും അടച്ചു കഴിഞ്ഞു. പാചകവാതകം, കുക്കിംഗ് ഗ്യാസ്, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഗ്യാസ് കിട്ടാനില്ല. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത ഒക്കെ തന്നെ വ്യാപകമാകുന്നു. മാർക്കറ്റിൽ, പൊതുവിപണിയിൽ തീപിടിച്ച വിലയിലേക്ക് നീങ്ങുന്നു. കരിഞ്ചന്തയിൽ സാധനം എത്താനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കൂട്ടുമ്പോൾ ഓൾറെഡി ഓയിൽ പ്രതിസന്ധിയിലാണ്. ഇന്ത്യ പറയുന്നു ഇന്ത്യക്ക് 4 ആഴ്ചത്തേക്കുള്ള നിക്ഷേപമുണ്ട് എന്ന് ഒഴുക്കൻ മട്ടിൽ ആദ്യം പറഞ്ഞു. പിന്നീട് പറയുന്നു ഞങ്ങൾക്ക് ഏതാണ്ട് 50-55 ദിവസം നിലനിൽക്കാനുള്ള കരുതൽ ശേഖരമുണ്ട്. അത് അണ്ടർഗ്രൗണ്ട്, ഹ്യൂജ് അണ്ടർഗ്രൗണ്ട് ടാങ്കുകളിൽ സംഭരിച്ചിരിക്കുകയാണ്, മംഗലാപുരത്ത് ഉൾപ്പെടെ. അത് ഒരു ചെറിയ തോതിൽ അത് റിലീസ് ചെയ്യുമ്പോൾ തൽക്കാലത്തെ ആവശ്യത്തിനുള്ള, പിന്നെ മിതവ്യയം ശീലിക്കുക. എണ്ണയുടെ ഉത്പാദനം നിലച്ച സ്ഥിതിക്ക് ഇനി വേണമെങ്കിൽ ബോംബെ ഹൈയിലെ ഉത്പാദനം കൂട്ടാം, ഗോദാവരി ഡെൽറ്റയിലെ ഉത്പാദനം ഇന്ത്യക്ക് കൂട്ടാം. അതൊക്കെ ചെറിയ തോതിൽ മാത്രമേ ഇമ്പാക്റ്റ് ചെയ്യൂ. അതുകൊണ്ട് അനാവശ്യമായ എണ്ണ ഉപയോഗം കുറച്ചുകൊണ്ടുവരാം. കൂടുതൽ സോഴ്സ് ചെയ്യുക. ഇന്ത്യ ഇപ്പോൾ നൈജീരിയയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാനുള്ള തീരുമാനത്തിലാണ്. അങ്കോള, ഇത് രണ്ടും ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. അതല്ല, അറ്റ്ലാന്റിക് മേഖലയിൽ നിന്നും ഇന്ത്യൻ ഓഷനിലേക്ക് കടന്ന് ഇന്ത്യയിലേക്ക് നേരിട്ട് ചരക്കെത്തിക്കാൻ കഴിയും. സംഘർഷ മേഖലയ്ക്ക് പുറത്തു നിന്നുകൊണ്ടാണ്. റഷ്യൻ എണ്ണ പോലും കടന്നു വരാൻ വേണ്ടി ചെങ്കടൽ മേഖല നിലവിൽ യുദ്ധസമാനമായ സാഹചര്യമില്ല. പക്ഷേ ഹൂത്തികൾ ഉൾപ്പെടെ രംഗത്തേക്ക് വരികയാണെങ്കിൽ ചെങ്കടൽ വഴിയുള്ള എണ്ണയും ബുദ്ധിമുട്ടാകും. ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുടെ എണ്ണ ചെങ്കടൽ തീരത്തേക്ക് വലിയ പൈപ്പ് ലൈനുകളിൽ കൂടി കൊണ്ടുവരാൻ സംവിധാനമുണ്ട്. അതുപോലെ UAEയുടെ എണ്ണ ഒമാൻ്റെ കുറുകെ ഉള്ള പൈപ്പ് ലൈനുകളിലൂടെ ഈ അറബിക്കടൽ തീരത്തേക്ക് അല്ലെങ്കിൽ ഒമാൻ ഉൾക്കടൽ തീരത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഹോർമൂസ് ഒഴിവാക്കി സൗദിയുടെയും UAEയുടെയും എണ്ണയുടെ ഒരു ചെറിയ പങ്ക്, വലിയ പങ്കല്ല, പകുതിയിൽ താഴെ കൊണ്ടുവരാൻ സാധിക്കും. അത് ഒരു ഇടക്കാല ആശ്വാസം മാത്രമാണ്. അപ്പോഴും UAEയുടെ മുഖ്യ എണ്ണ ശേഖരം കൊണ്ടുവരാനാവില്ല. ഖത്തറിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് കൊണ്ടുവരാനേ ആവില്ല. LNGക്ക് വൻ പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. പെട്രോളിയം ഓയിലിനേക്കാൾ കൂടുതൽ LNG പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത്. അതുപോലെ കുവൈറ്റിൽ നിന്നും ഒരു തുള്ളി എണ്ണ കൊണ്ടുവരാനാവില്ല. ബഹ്റൈനിൽ നിന്നും എണ്ണയെ കൊണ്ടുവരാനാവില്ല. ഇറാഖിൽ നിന്ന് കൊണ്ടുവരാനാവില്ല. ഇറാൻ്റെ പ്രദേശത്തൊന്നും മുമ്പിൽ തന്നെ ഉപരോധം കാരണം എണ്ണ എത്തുന്നതുമില്ല. അങ്ങനെ വരുമ്പോൾ ലോകത്തിൻ്റെ മൊത്തം എണ്ണയുടെ 20% കടന്നു പോകുന്നത് ടാങ്കറുകൾ വഴി പേർഷ്യൻ ഗൾഫിലൂടെ. ആ 20% മാത്രം മതി ലോകത്തെ മുൾമുനയിൽ നിർത്താൻ. ആ 20% കുറവ് മതിയാകും. ആ 20% കുറവ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ $100 കഴിഞ്ഞ് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. അത് എത്ര വരെ പോകാൻ സാധിക്കും? അവിടെയാണ് ഈ പേഷ്യൻസ് ആൻഡ് റെസിലിയൻസ്. എനിക്ക് തോന്നുന്നില്ല അധികകാലം ഈ സംഘർഷാവസ്ഥ ഇങ്ങനെ തുടരാനാവുമെന്ന് തോന്നുന്നില്ല. ഓയിൽ കാരണം തുടങ്ങിയ യുദ്ധം, അല്ലെങ്കിൽ ഓയിലിന് മേൽ ആധിപത്യത്തിന് വേണ്ടിയുള്ള യുദ്ധം ഒരു തരത്തിൽ ബാലൻസ് ചെയ്ത് പോകുന്നതും ഓയിൽ പ്രഷർ തന്നെ ആയിരിക്കും എന്ന് മനസ്സ് പറയുന്നു. ഈ ഒരു യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിദഗ്ധർ. അപ്പോൾ വരാനിരിക്കുന്നത് വലിയ പ്രതിസന്ധികളായിരിക്കുമോ? അതിൽ സംശയമില്ല. വരാനിരിക്കുന്നത് ഈ നീണ്ടുപോയാൽ എന്നത് സാങ്കല്പികമായ ചോദ്യമാണ്. നീണ്ടുപോകാനുള്ള സാഹചര്യം ഈ നിമിഷം അങ്ങനെ തന്നെയാണ് ഭൂരിപക്ഷം പേരും കാണുന്നത്. അങ്ങനെ നീണ്ടുപോയാൽ ബദലുകൾ ഉണ്ടാവും. എപ്പോഴും ഒരു സാഹചര്യം, വിപരീത സാഹചര്യം ഉണ്ടാകുമ്പോൾ ബദലുകൾ, എണ്ണയ്ക്കൊരു ബദലില്ല, മറിച്ച് എണ്ണ ലഭ്യത ഉറപ്പുവരുത്താൻ തക്ക സമാധാന മാർഗങ്ങളാണ് ബദൽ എന്ന് പറയുന്നത്. രണ്ട് കൂട്ടർക്കും പിന്നാക്കം പോകേണ്ടി വരും. ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് ഏതെങ്കിലും കാരണവശാൽ മുജ്തബ ഖൊമൈനിക്ക് നിലനിൽക്കണമെങ്കിൽ, ഇറാൻ്റെ ഇപ്പോഴത്തെ ക്രമം തുടരണമെങ്കിൽ ഇറാനും സന്ധി ചെയ്യേണ്ടി വരും. ഇറാൻ ചില നാടകീയമായ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വന്നേക്കാം. തങ്ങളിനി ആണവായുധങ്ങൾ, ഒരുപക്ഷെ അതൊരു കണ്ടീഷനായിരിക്കാം, ഒരു മഞ്ഞുരുകുന്നതിൻ്റെ ആദ്യപടിയായിരിക്കും. ഞങ്ങൾ ആണവായുധങ്ങളിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ കരാറിലൊന്നും ഏർപ്പെടാൻ തയ്യാറല്ല, ഞങ്ങളെ നിർബന്ധിപ്പിച്ച് കരാറിൽ ഏർപ്പെടാൻ നോക്കി, ഞങ്ങളത് സമ്മതിച്ചില്ല. പക്ഷേ ഞങ്ങളെ ചതിയിൽപ്പെടുത്തി ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു, ഞങ്ങളുടെ പരമോന്നത നേതാവിനെ വധിച്ചു, ഞങ്ങളുടെ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, ഞങ്ങളുടെ ആയിരക്കണക്കിന് പൗരന്മാരെ, കുട്ടികൾ ഉൾപ്പെടെ 168 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊല ചെയ്തു. ഞങ്ങൾക്ക് മാപ്പ് നൽകാനാവില്ല, പക്ഷേ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ മിസൈലുകൾ ഒരിക്കലും നിങ്ങൾക്കൊരു പ്രതിസന്ധിയാകില്ല. അങ്ങനെ ചില പെപ്റ്റോക്കുകൾ
ഇതെല്ലാം ഡിപ്ലോമസിയിൽ ഉള്ള തന്ത്രങ്ങളാണ്. അങ്ങനെയുള്ള ചില പ്രസ്താവനകൾ മുൻപ് ഇതെല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോഴാരും കേട്ടില്ല. പക്ഷേ യുദ്ധസമയത്ത് അങ്ങനെ പ്രസ്താവന നടത്തിയാൽ ഒരുപക്ഷെ അതൊരു മുഖവിലേക്ക് എടുത്തോളൂ. ഇതാ ഇറാൻ വഴിക്ക് വന്നിരിക്കുന്നു, ഇറാൻ ഇനി ഒരു വിപത്തല്ല, ഇറാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു, തങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല, തങ്ങളുടെ മിസൈലുകൾ ഇനി ഒരിടത്തും അയക്കില്ല, ഇറാൻ ഒതുങ്ങിയിരിക്കുന്നു, ഹൂതികളെയും ഹമാസിനെയും ഇറാൻ കൈവിട്ട് കഴിഞ്ഞു, ഇതാ ഞങ്ങൾ അത് അംഗീകരിക്കുന്നു, ഇറാനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നു, ഞങ്ങൾ വിജയിച്ചു, അതുകൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്മാറാം. ഇറാന് പറയാം, ഞങ്ങൾ ആണവായുധങ്ങൾ ഒരിക്കലും ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലല്ലോ, ഞങ്ങളുടെ മിസൈലുകൾ ഒരിക്കലും ഏകപക്ഷീയമായി ഞങ്ങൾ ഒരിടത്തോട്ട് അയച്ചില്ലല്ലോ, ഞങ്ങളെ ആക്രമിച്ചതുകൊണ്ടല്ല ഞങ്ങൾ തിരിച്ചടിച്ചത്, അപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടൊന്നുമില്ല, അവരുദ്ദേശിച്ച ഒന്നും നടക്കാതെ അവരിതാ വാലും ചുരുട്ടി പുറത്തു പോയി എന്ന് ഇറാനും പറയാൻ സാധിക്കും. അപ്പോൾ യുദ്ധം അവസാനിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ആരെങ്കിലും ഒന്ന് ചെറുതായി കണ്ണു ചിമ്മണം. പൂച്ചക്കാരി മണികെട്ടുമെന്ന് ചോദിച്ചാൽ അമേരിക്കയോ ഇറാനോ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം വിടൂ, ഇസ്രായേൽ അത് യുദ്ധം പരമാവധി നീണ്ടുപോകണമെന്നും ഇറാൻ്റെ സമ്പൂർണ്ണ നാശം വേണമെന്നും ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അമേരിക്ക ഇത് ആഗ്രഹിക്കണമെന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഭാവിയിലും ഒരു സുരക്ഷാ ഭീഷണിയൊന്നുമല്ല. അങ്ങനെ ആണെന്ന് വരുത്തി തീർക്കാൻ അമേരിക്കൻ പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും എല്ലാം വലിയ ശ്രമമാണ് നടത്തിയത്. പക്ഷേ ഇറാനിയൻ മിസൈലുകളൊന്നും അമേരിക്കയിൽ ചെന്ന് ഒരിക്കലും പതിക്കില്ല, അതിനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല. ഉണ്ടായാലും അതിന് മുൻപ് തന്നെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ വന്ന് നശിപ്പിച്ചിരിക്കും. പക്ഷേ ഇസ്രായേൽ അങ്ങനല്ല. ഇപ്പോൾ തന്നെ ഫത്ത റേഞ്ച് ഓഫ് മിസൈൽസ്, അതിൻ്റെ 600 മിസൈലിൻ്റെ ശേഖരമുണ്ടെന്ന് പറയപ്പെടുന്നു. അതൊക്കെ കൃത്യമായി പ്രയോഗിച്ചാൽ ഹൈപ്പർസോണിക് മിസൈൽസാണ്. ഇതൊക്കെ ഈ തടഞ്ഞിടാനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് പ്രഹരശേഷിയൊക്കെ ഇപ്പോൾ കാര്യമായി ഇല്ല. ഏക പോരായ്മ പോർമുനകൾ, ആണവ പോർമുനകൾ ഇല്ലാതെ അയക്കുന്ന മിസൈലുകൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പരിമിതമായിരിക്കും. എത്ര മിസൈലുകൾ വേണ്ടി വരും നാശനഷ്ടങ്ങൾക്ക്? ഈ 600 എന്ന് പറയുന്ന വലിയ നമ്പറൊന്നുമല്ല മിസൈലുകൾ. ഇത് 600 കൃത്യമായി വീഴണമെന്നുമില്ല, ഒരുപാടെണ്ണം ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇറാനും ഒരു മുഖം നഷ്ടപ്പെടരുത്, ഫേസ് സേവിങ് വേണം, തല ഊരാൻ പറ്റണം. അമേരിക്ക ഊരാക്കുടുക്കിലാണ്. കൊരങ്ങൻ കള്ളുകുടത്തിൽ തലയിട്ടത് മാതിരിയായി ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ. ഇതിനകത്ത് കയറിപ്പോയി കുടം പൊട്ടിച്ച് തല വെളിയിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അമേരിക്കയ്ക്ക്. അതുകൊണ്ട് പുനർവിചിന്തനം ഉണ്ടാകും. നമുക്കങ്ങനെ ശുഭാപ്തി വിശ്വാസം അല്ലേ? നമ്മുടെ എത്രയോ സഹോദരങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. നമ്മളിങ്ങനെ വാർ മോങ്ങിങ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്നേഹമുള്ള പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ പരസ്പരം ഇറാനെ പിന്തുണച്ചുകൊണ്ടും അല്ലെങ്കിൽ അമേരിക്കയെ പിന്തുണച്ച് പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ടും കുറേ ഹെയ്റ്റ് കമൻറ്റുകൾ ഇട്ടുകൊണ്ടും ആരെയെങ്കിലും പഴിച്ചുകൊണ്ടും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം, ഞാനും എന്നെ കേൾക്കുന്ന ആളുകളുടെയും എല്ലാം ഏതെങ്കിലും രക്തബന്ധമുള്ളവരോ സുഹൃത്തുക്കളോ അറിയാവുന്നവരോ നാട്ടുകാരോ അയൽക്കാരോ ആയ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലില്ലേ? എന്നെ കേൾക്കുന്ന ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയല്ലേ? അവർക്ക് അനുഭവിക്കുന്ന ആത്മസംഘർഷം, ഊതിപ്പെരുപ്പിച്ച കഥകൾ പലപ്പോഴും ചാനലുകളും ഓൺലൈൻ ചാനലുകളും ഒക്കെ പുറത്തു വിടുന്നത് ഒരിക്കലും യുദ്ധം തീരില്ല എന്ന, ഇത് നശിച്ചു പോകും, ലോകം അവസാനിക്കുന്നു എന്ന രീതിയിലുള്ള പേടിപ്പെടുത്തുന്ന അക്കൗണ്ടുകളാണ്. കൃത്യമായി പൊരുൾ തിരിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ അതിൻ്റെ യുക്തിയിൽ, അതിൻ്റെ സമഗ്രതയിൽ അവലോകനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് യുദ്ധം അവസാനിക്കട്ടെ. ഒരു യുദ്ധവും എക്കാലത്തും തുടരാനാവില്ല. ചരിത്രത്തിൽ ഒരു യുദ്ധവും അവസാനിക്കാതെ ഇരുന്നിട്ടില്ല. പക്ഷേ ഒരു യുദ്ധത്തിനും പൂർണ്ണ വിജയം ഉണ്ടാവില്ല എന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട്, ഇത് രണ്ടു കൂട്ടർക്കും ആത്യന്തിക പരാജയമായിരിക്കും സംഭവിക്കുക. അതേസമയം ആത്യന്തിക വിജയമാണ് എന്നവർ ആശംസിക്കും. പക്ഷേ ആത്യന്തികമായി വിജയിക്കേണ്ടത് സാധാരണ ജനങ്ങളാണ്, അവരുടെ സാമ്പത്തിക ജീവിതമാണ്. അത് അഭംഗുരം തുടരട്ടെ. നമ്മുടെ നാട്ടിലെ വീടുകളിൽ ഉൾപ്പെടെ ഗൾഫിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് തീപുകയട്ടെ. സമ്പദ് വ്യവസ്ഥകൾ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ക്രെഡിബിലിറ്റി വീണ്ടെടുക്കട്ടെ. ഓഹരി വിപണികൾ വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യട്ടെ. സ്വർണത്തിൻ്റെ വില പിടിച്ചു കിട്ടാത്ത രീതിയിലേക്ക് പോകാതെ ഇരിക്കട്ടെ. നമ്മുടെ അടുക്കളയിലേക്ക് പാചകവാതകം എത്തട്ടെ. നമുക്ക് വണ്ടി ഓടിച്ചു കൊണ്ടുപോകാവുന്ന രീതിയിൽ, ന്യായമായ രീതിയിൽ പെട്രോൾ ഡീസൽ വില നിൽക്കട്ടെ. സ്വച്ഛന്തമായ ജീവിതം സാധ്യമാകട്ടെ. ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.